അരെ വാ, ഇതിന് കയ്യടി കൊടുത്തില്ല എങ്കിൽ നമ്മൾ മലയാളികളല്ല എന്ന് പറയേണ്ടി വരും. എന്തിനാണ് എന്ന് ഇന്നലെ മുതൽ നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ബ്രിട്ടാസിൻ്റെ പൊട്ടാസ് ഊതി പറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. കൃത്യമായ ചോദ്യങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപി ചോദിച്ചത്. നിങ്ങളൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും. ബ്രിട്ടാസ് അത് നേരിട്ട് കണ്ട് ചമ്മി നാറി കുന്തത്തിൽ കയറി എയറിലോട്ട് പോയിട്ടുണ്ട്. നമുക്കെന്തായാലും ആ മാസ് ഡയലോഗ് ഒന്ന് കണ്ടിട്ട് വരാം. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. കണ്ടല്ലോ, അതായത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് എമ്പുരാൻ ദേശവിരുദ്ധമാണ്, BJPക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കാണിക്കാൻ, അല്ലെങ്കിൽ അത് പ്രതിഷേധവുമായി BJPക്കാർ രംഗത്തെത്തി 24 വെട്ടുവെട്ടി എന്നൊക്കെ പറഞ്ഞ് ആളാവാൻ ശ്രമിച്ച ബ്രിട്ടാസിൻ്റെ അണ്ണാക്കിലിട്ട് കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു കൃത്യമാണ്. അതായത് ജനഗണമനയിൽ പൃഥ്വിരാജ് പറയുന്നത് പോലെ ഒരുത്തൻ്റെ തന്തയുടെ വകയല്ല ഈ രാജ്യം, ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും ബ്രിട്ടാസെ, അതിൽ ശുഭിതനായിട്ട് കാര്യമില്ല. ആ ചോദ്യത്തിന് ഉത്തരം തരുന്നത് വരെ സുരേഷ് ഗോപി ചോദിച്ചു കൊണ്ടേയിരിക്കും. അത് സിനിമാ സ്റ്റൈലിലാണെങ്കിൽ അങ്ങനെ, രാഷ്ട്രീയക്കാരനായിട്ടാണെങ്കിൽ അങ്ങനെ. ഇനി നിങ്ങൾ ഏത് തരത്തിലാണോ ചിന്തിക്കുന്നത് ആ തരത്തിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. ഓരോ മലയാളിയും ചോദിക്കാൻ, അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം തന്നെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചത് എന്താണ്? എമ്പുരാനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? എന്ത് യോഗ്യതയുണ്ട് ബ്രിട്ടാസിന്, CPM-ന് എമ്പുരാനെ കുറിച്ച് ചർച്ച ചെയ്യാൻ? അതായത് ഇവിടെ TP 51 എന്ന് പറയുന്ന സിനിമ, TP ചന്ദ്രശേഖരനെ ഇന്നും KK രമ എന്ന് പറയുന്ന MLA-യുടെ കണ്ണുനീർ ഇതുവരെ മാറിയിട്ടില്ല. അവരിപ്പോഴും ഉള്ളിൽ വിങ്ങലോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഭർത്താവിനെ 51 വെട്ടുവെട്ടി കുലം കുത്തി എന്ന് വിളിച്ചുകൊണ്ടാണ് നിങ്ങൾ തീർത്തത്. ആ സിനിമ പുറത്തിറക്കാൻ നിങ്ങൾ സമ്മതിച്ചു. അതിൻ്റെ സംവിധായകൻ തന്നെ, അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തി പറയുന്നുണ്ട് ആ സിനിമ നിങ്ങൾ പുറത്തിറക്കാൻ സമ്മതിച്ചോ. അവിടെ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? സിനിമയെ സിനിമയായി കാണണമെന്ന് നിങ്ങൾക്കറിയില്ലേ? കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നാൽ നിങ്ങളുടെ ഇമേജിനെ ബാധിക്കും. അത് ബ്രിട്ടാസ് എന്ന പൊട്ടാസിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അങ്ങ് ഇവിടെയൊന്നും നടക്കില്ല എന്ന പിന്നെ രാജ്യസഭയിൽ ചെന്നിരുന്ന് ആളാകാമെന്ന് കരുതി. പക്ഷെ ഏറ്റില്ല. മുട്ടിയത് അതിലും വലിയ മുട്ടനാടിനോടാണ് എന്നുള്ളത് പൊട്ടാസ് മറന്നുപോയി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഒരു ചാനലിൻ്റെ മേധാവിയാണ്, MP ആണ്, സീറോ ബാലൻസ് അക്കൗണ്ടിൽ പോയ MP ആണ്. അതായത് ഇവിടെ ഇരുന്ന് പിണറായിക്ക് വിടുവേല ചെയ്തു കൊടുത്തപ്പോൾ പിണറായി മറ്റാരെയും അയക്കാനില്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ ബ്രിട്ടാസ് പോയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഇരുത്തിയതാണ്. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇംഗ്ലീഷിൽ കടുവറുത്തതുപോലെ 4 വർത്താനം പറയുക എന്നതിനപ്പുറം BJP വിരുദ്ധ അല്ലെങ്കിൽ BJPക്കെതിരെ സംസാരിക്കണം എന്നതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാൻ ഈ ബ്രിട്ടാസ് എന്ന് പറയുന്ന MP-ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കട്ടെ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ആ സിനിമയുടെ ഗതി എന്താണ്? ആ സിനിമ എത്ര ദിവസം തിയേറ്ററിൽ കാണാൻ നിങ്ങൾ അനുവദിച്ചു? അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യമില്ല. അവിടെയൊക്കെ എന്ത് വേണമെങ്കിലും കാണിക്കാം. കാരണം നിങ്ങളുടെ കള്ളത്തരങ്ങൾ, നിങ്ങൾ കാണിച്ച കൊള്ളകൾ, നിങ്ങൾ കാണിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വന്നാൽ അത് നിങ്ങളുടെ ഇമേജിനെ ബാധിക്കും, പാർട്ടിയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് അതൊന്നും പുറത്തു വരാൻ പാടില്ല. അതൊക്കെ ഇങ്ങനെ രഹസ്യമായി പൂട്ടിക്കെട്ടി അതെടുത്തവരെയൊക്കെ സിനിമ ഇറക്കാൻ സമ്മതിക്കാതെ സാമ്പത്തികമായി അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് അവരെയൊക്കെ ആത്മഹത്യയിലേക്ക് നയിക്കണം. ഇതുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപി ചോദിച്ച ചില ചോദ്യങ്ങൾ അത് ബ്രിട്ടാസിന്റെ അസ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുരേഷ് ഗോപി ചോദിച്ചത് ഇങ്ങനെയാണ്: എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ BJP ബെഞ്ചുകളിൽ കാണാം. ഈ മുന്നയെ മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേമത്ത് അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ടും പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ വൈകാതെ തിരുത്തും എന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത്. ഇതിന് മറുപടിയായിട്ടാണ് സുരേഷ് ഗോപി മാസായി കണ്ണിങ്ങായി തിരിച്ച മറുപടി നൽകിയത്.
TP ചന്ദ്രശേഖരനെ കുറിച്ചുള്ള TP51 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നുമാണ് സുരേഷ് ഗോപി ചോദിച്ചത്. നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അതിന് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ലാംഗ്വേജ് നിയമസഭയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഇവിടുത്തെ ലാംഗ്വേജിന് തെറ്റ്? ധൈര്യമുണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇതിറക്കി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇന്നും TP ചന്ദ്രശേഖരന്റെ മരണത്തിൽ നിന്ന് ഒരുപക്ഷെ TPയെ സ്നേഹിക്കുന്നവരും TP ചന്ദ്രശേഖരന്റെ കുടുംബവും ഇന്ന് പുറത്തു വന്നിട്ടില്ല. അതിലെ പ്രതികളൊക്കെ ആരാണ്? കൃത്യമായി അതിലെ പ്രതികളൊക്കെ ഇപ്പോ സുഖമായി ജീവിക്കുകയാണ്, ജയിലിനകത്താണെങ്കിലും പുറത്താണെങ്കിലും. ആ സിനിമ കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്? ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ കൊട്ടി ആഘോഷിക്കുന്നുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ പറയുമ്പോൾ നിങ്ങളിവിടെ കൊട്ടി ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ തെറ്റ് ചെയ്തത് നരേന്ദ്രമോദി ആണെങ്കിലും, തെറ്റ് ചെയ്യുന്നത് അമിത്ഷാ ആണെങ്കിലും, തെറ്റ് ചെയ്യുന്നത് BJP പ്രവർത്തകരാണെങ്കിലും, BJP ആണെങ്കിലും അത് വിളിച്ചു പറയുക തന്നെ വേണം, അത് തിരുത്തപ്പെടുക തന്നെ വേണം. പക്ഷേ അത് തിരുത്തിക്കുമ്പോൾ അത് തിരുത്തിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്നുള്ള ചിന്തയിലൂടെ വേണം തിരുത്തിക്കാൻ. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് എമ്പുരാനിലേക്ക് എത്തിയത്. ആ ചർച്ച കൊടുമ്പിരിക്കൊള്ളുമ്പോഴാണ് ബ്രിട്ടാസ് വലിയ ആളായിക്കൊണ്ട് നിയമത്തെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു, അതുകൊണ്ട് തൃശ്ശൂരിൽ അക്കൗണ്ട് പൂട്ടിക്കും. തൃശ്ശൂർ എന്നല്ല, കേരളത്തിന് ഇനി പല മണ്ഡലങ്ങളിലും BJP അധികാരം പിടിക്കും. ആ അക്കൗണ്ടൊക്കെ പൂട്ടാനുള്ള ധൈര്യം ബ്രിട്ടാസിനുണ്ടോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. അടുത്ത തവണ നിങ്ങൾ അധികാരത്തിൽ വരുമോ എന്ന് വരെ സംശയമുണ്ട് ഇവിടെ. കാരണം അത്രമാത്രം ഭരണവിരുദ്ധത നിങ്ങൾക്കെതിരെ ഉണ്ട്. കഴിഞ്ഞ തവണ ഒരു കിറ്റ് കൊടുത്ത് ജനങ്ങളെ നിങ്ങളൊക്കെ കയ്യിലൊതുക്കി കയ്യിലെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ അത്ര സന്തുഷ്ടരല്ല. അവർ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധരാണ്. നിങ്ങൾ ഭരണവിരുദ്ധ കാണിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കെതിരാണവർ. അതുകൊണ്ട് അടുത്ത തവണ UDF വരാം, ചിലപ്പോൾ BJP വരാം. കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്കൊപ്പം അവരുടെ വേദനയിൽ നിൽക്കുന്ന ആളാണ് BJP-ക്കാർ. മുനമ്പത്തെ പ്രശ്നത്തിൽ ആരാണ് ഓടിയെത്തിയത്? 4 വോട്ടിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും മുനമ്പത്തിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ പോയായിരുന്നോ? ഇല്ല. അവിടെ എത്തിയത് BJP-ക്കാരാണ്. സുരേഷ് ഗോപി അടക്കം, ഷോൺ ജോർജ് അടക്കം, ജോർജ് കുര്യൻ അടക്കമുള്ള BJP നേതാക്കളാണ് അവിടെ എത്തിയത്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ വരെ മുനമ്പത്തേക്ക് പോകുന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ. നിങ്ങളിൽ ആരൊക്കെ പോയി? വഖഫും മുനമ്പവും തമ്മിൽ കൂട്ടിക്കുഴക്കരുതെന്ന് പറയുന്നു. വഖഫ് തന്നെയാണ് മുനമ്പം. വഖഫ് ഭൂമിയെല്ലാം, മുനമ്പത്തുകാരുടെ ഭൂമിയെല്ലാം എടുത്തോണ്ട് പോയി. അതിനെതിരെയാണ് അവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതറിയാത്ത കേരളത്തിലെ ഒരേ ഒരാള് VD സതീശൻ മാത്രമാണ്. ആരുടെയും മതസ്വാതന്ത്ര്യത്തിലോ ആരുടെ മതത്തിലോ കൈകടത്താൻ ആർക്കും അധികാരമില്ല. പക്ഷേ വല്ലവന്റെ ഭൂമിയിൽ കയറി അത് എന്റേതാണെന്ന് പറഞ്ഞ് അത് ഞങ്ങളുടെ മതത്തിന്റെ, ഞങ്ങളുടെ അള്ളാഹുവിനാണെന്ന് പറഞ്ഞു വന്നാൽ അത് നോക്കിക്കൊണ്ടിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ ഒരു സർക്കാരിന് കഴിയില്ല. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. TP ചന്ദ്രശേഖരന്റെ ആത്മാവിന് വേണ്ടിയാണ് സംസാരിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ മുനമ്പത്തുകാർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. ആ സംസാരത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിയേ മതിയാവും.